മകള് നിലവിളിക്കുന്ന അമ്മയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഒരു കാർഡിയാക് ഐസിയു വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ നിലവിളി പരിചയമായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു എന്താണ് കാര്യം എന്നറിയാം. പൾസ് നോക്കിയപ്പം കാരോട്ടിഡ് പൾസ് ഇല്ല, നമുക്ക് കിട്ടുന്നില്ല. ഏത് വീക്ക് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കാരോട്ടിഡ് പൾസ് കിട്ടേണ്ടതാണ്. കണ്ണ് തുറന്ന സമയത്ത് ഞാൻ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ മകള് ടെൻഷൻ അടിക്കുന്നുണ്ട്, അമ്മ കണ്ണ് തുറന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞ് അമ്മേനെ പതിയെ ഞങ്ങൾക്ക് അവളെ തട്ടിക്കൊണ്ട് തന്നെ ഇരുന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കരയുണ്ട എന്ന് പതിയെ കാമായിട്ട് ആൾ സംസാരിച്ചു. പൾസ് ഇല്ലെങ്കിൽ ആൾക്ക് അറസ്റ്റ് എന്നുള്ളൊരു അർത്ഥമാണ് ഇതിലുള്ളത്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നിൽക്കുന്നതല്ല. മേ ബി നമ്മളൊരു ചെറിയ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാർട്ട് പതിയെ പഴയതുപോലെ തന്നെ ഇടിച്ചോളും. ആ ടൈമിൽ നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻ്റാണ് നമുക്ക് ആ പേഷ്യനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നത്. ആ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഞാൻ ചെയ്തത് ഒരു നന്മയ്ക്കായിരുന്നല്ലോ എന്ന് എനിക്കപ്പം മനസ്സിലായി. നമസ്കാരം. ചില സമയത്ത് മാലാഖമാരെ പോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ രക്ഷയ്ക്കായി എത്തും. അത്തരത്തിലൊരു മാലാഖയാണ് രാജഗിരി ഹോസ്പിറ്റലിലെ നേഴ്സായ അമിത കുര്യാക്കോസ്. അമിത ഈ കഴിഞ്ഞ ദിവസം പരശുരാം എക്സ്പ്രസിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് കരുനാഗപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള സുശീല എന്ന സ്ത്രീ ശാരീരിക അസ്വസ്ഥതകൾ മൂലം അബോധാവസ്ഥയിലാവുകയും ആ സമയം സംയോജിതമായി ഇടപെട്ട് അമിത CPR നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയുമായിരുന്നു. എന്തായാലും അമിത നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അമിത, എങ്ങനെയായിരുന്നു ഈ സംഭവം? സത്യത്തിൽ ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മകള് നിലവിളിക്കുന്ന അമ്മയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഒരു കാർഡിയാക് ഐസിയു വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ നിലവിളി പരിചയമായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു എന്താണ് കാര്യം എന്നറിയാം. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം പാനിക്കായി മകളുടെ സൈഡിലേക്ക് ആളെ കൺസോൾ ചെയ്യാനായിട്ട് ചെല്ലുമായിരുന്നു. പേഷ്യൻ്റ് അവിടെ കിടക്കുമായിരുന്നു, കൊളാപ്സായി. അപ്പോൾ ആദ്യം തന്നെ ആളെ ഞാൻ നേരെ കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ റെസ്പോൺസ് നോക്കി വിളിച്ചു, മുഖത്ത് തട്ടി നോക്കി, കിട്ടി. റെസ്പോൺസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ പെയിൻ കൊടുത്തു, നെഞ്ചിൻ്റെ ഇവിടെയായിട്ട് പെയിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും റെസ്പോൺസ് ഇല്ല. അപ്പം തന്നെ ഞാൻ പൾസ് നോക്കിയപ്പം കാരോട്ടിഡ് പൾസ് ഇല്ല, നമുക്ക് കിട്ടുന്നില്ല. ഏത് വീക്ക് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കാരോട്ടിഡ് പൾസ് കിട്ടേണ്ടതാണ്. അപ്പം ഞാൻ ആ ടൈമിൽ തന്നെ കംപ്രഷൻ കൊടുത്തു, ഒരു 5 കംപ്രഷനോളം കൊടുത്തു. അപ്പോഴത്തേനും പേഷ്യൻ്റെ കണ്ണപ്പം ഫിക്സ്ഡ് ആയിരുന്നു. മീൻസ് പാർഷ്യലായിട്ട് ഓപ്പൺ ചെയ്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള കണ്ണായിരുന്നു. കണ്ണനങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേനും ആൾക്കാരെല്ലാവരും വന്നു. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നവർ പറഞ്ഞു ഓക്കെ ഇനി CPR കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പം വൊമിറ്റ് ചെയ്തു. അത് ശരിക്കും ബൈല് പോലത്തെ വൊമിറ്റ്, ഒന്നും ഇല്ലാത്ത പോലത്തെ. അത് കഴിഞ്ഞ് സ്വെറ്റ് ചെയ്തു, ആൾ ഷിവർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന സമയത്ത് ഞാൻ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. കണ്ണ് തുറന്ന് തന്നെ പിടിക്കണം, കണ്ണടയ്ക്കാൻ പറ്റില്ല, പേരെന്താന്ന് പറഞ്ഞ് അങ്ങനെ റെസ്പോൺസ് ഇല്ലാതെ വന്നപ്പം മകള് നിലവിളിക്കുന്ന കേട്ടിട്ട് പറഞ്ഞു എൻ്റെ മകള് ടെൻഷൻ അടിക്കുന്നുണ്ട്, അമ്മ കണ്ണ് തുറന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞ് അമ്മേനെ പതിയെ ഞങ്ങൾക്ക് അവളെ തട്ടിക്കൊണ്ട് തന്നെ ഇരുന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കരയുണ്ട എന്ന് പതിയെ കാമായിട്ട് ആൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ആളെ പിന്നെ നേരെ കംഫർട്ടബിളാക്കി ഇരുത്തി അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അവർ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവരെ കംഫർട്ടബിളാക്കി ഇരുത്തി ഞാൻ എൻ്റെ സ്ഥലത്ത് പോയിരുന്നു. അവർ എറണാകുളത്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ ആളങ്ങ് പോയി. ഈ സമയത്ത് ഇപ്പം ഈ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സത്യത്തിൽ കണ്ണടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഷുഗർ താന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് സിങ്കോപ്പ് പോലെ തല ഇറങ്ങി ജസ്റ്റ് നമ്മളൊന്നും കഴിക്കാതെ തല ഇറങ്ങി വീണതായിരിക്കും. കണ്ണടയുന്നു അതല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പൾസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. പൾസ് ഇല്ലെങ്കിൽ ആൾക്ക് അറസ്റ്റ് എന്നുള്ളൊരു അർത്ഥമാണ് ഇതിലുള്ളത്, കാർഡിയാക് അറസ്റ്റ്. അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നിൽക്കുന്നതല്ല. മേ ബി നമ്മളൊരു ചെറിയ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാർട്ട് പതിയെ പഴയതുപോലെ തന്നെ ഇടിച്ചോളും. ആ ടൈമിൽ നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻ്റാണ് നമുക്ക് ആ പേഷ്യനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നത്. ഞാനപ്പോൾ അവിടെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തപ്പം അമ്മ ഓക്കെ ആയി. കുറച്ച് നേരം കഴിഞ്ഞപ്പം പഴയതുപോലെ റിക്കവറായി. അമ്മേനെ മകള് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ലാസ്റ്റ് കണ്ടത്. അങ്ങനെയാണ് സംഭവം അവിടെ സംഭവിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനിടയായി എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാർഡിയാക് നേഴ്സാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പേഷ്യൻസിന് ഒരുപാട് വെളിയിൽ നമുക്കൊന്നും കാണാനില്ല. പക്ഷെ ഹാർട്ട് ചിലപ്പോൾ അവരുടെ വീക്കായിരിക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഴഞ്ഞു വീഴുന്നത്, കണ്ണടഞ്ഞു പോകുന്നത്.
അപ്പം ഞാൻ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടപ്പം അതിന് ഞാൻ ടെൻസ്ഡ് ആയില്ല. ഞാൻ വേഗം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനങ്ങ് ചെയ്തു. അതിനുശേഷം തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി, പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. കാരണം അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വരാൻ വൈകി. കാരണം ഓൾറെഡി ട്രെയിനൊക്കെ വലിച്ച് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് എന്താണ് വൈകിയെന്ന് ഞാനിവിടെ ഇൻഫോം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് അമ്മേനെ എനിക്ക് കോള് ചെയ്യുന്നതാണ് കാണിച്ചത്. എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു കോള് തരുന്ന പോലെയായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതൊരു പാവം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു അമ്മ. അപ്പോഴാണ് ഞാൻ പേര് പോലും ചോദിക്കുന്നത്, എന്തായിരുന്നു പേര് എന്നൊക്കെ. അപ്പോൾ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഞാൻ ചെയ്തത് ഒരു നന്മയ്ക്കായിരുന്നല്ലോ എന്ന് എനിക്കപ്പം മനസ്സിലായി. പക്ഷേ അമ്മ അന്ന് നടന്നു പോയപ്പോൾ വീക്കായിട്ടാണ് ആൾ നടന്നു പോയത്. പിന്നീട് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, മോളെ ആശുപത്രിയിൽ പോയി എന്നൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. വീട്ടിൽ കാര്യം പറഞ്ഞു? വീട്ടിൽ കാര്യം പറഞ്ഞു. വീട്ടിലെന്താ പറഞ്ഞു? വീട്ടിൽ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളൊരിതായി. പിന്നെ ചെയ്തു, നല്ല കാര്യമാണ്. പിന്നെ എല്ലാവരും പോലെ അല്ലല്ലോ, വീട്ടുകാർ നമ്മളെ അങ്ങനെ ഒന്ന് ഇത്രയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ഇത് കാണുമല്ലോ. പിന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. സ്വന്തം സ്ഥലം എവിടെയാണ്? എൻ്റെ അരീപ്പറമ്പ് എന്ന് പറയും. മണർകാട് പള്ളി കഴിഞ്ഞ് അടുത്ത 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ അരീപ്പറമ്പ്. നഴ്സിംഗ് മേഖലയിൽ എത്ര വർഷമായി? ഞാനിവിടെ ഒരു ഫ്രഷറായിട്ട് കയറിയതാണ്. എന്ന് വെച്ചാൽ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറി 2 വർഷം ആയി. എവിടെയാണ് പഠിച്ചത്? ഞാൻ പാലക്കാട് ക്രസന്റ് കോളേജിലാണ് പഠിച്ചത്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇവിടെ എനിക്ക് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഒരു ടീം വർക്ക് പോലെയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രഷറായ ഞാൻ ഇവിടെ ഈ 2 കൊല്ലം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കിഷ്ടമാണ് ഈ അറ്റ്മോസ്ഫിയർ. എന്തായാലും ഒരു മാലാഖയെ പോലെ തന്നെയാണ് അമിത അവിടെ പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാലാഖമാർ തന്നെയാണ് നേഴ്സുമാർ. രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓലത്തൂടി നമ്മോടൊപ്പം ചെയ്യുകയാണ്. സർ, എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? ഈ സംഭവം അറിഞ്ഞത് ഈ കുട്ടി ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞിട്ട് ബാക്കി സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, വലിയൊരു കാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അതിൻ്റെ അകത്തു നിന്ന് ഒരു വലിയ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിത് ഒരു വാർത്തയാക്കുക എന്നുള്ളതല്ല, കാരണം ഇതൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക. ഒത്തിരി പേർക്ക് ഇതുവഴിയായിട്ട് ജീവൻ നൽകുവാനായിട്ട് സാധിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPR എന്ന് പറയുന്നത് ഇപ്പം സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, പോലീസ് ഓഫീസേഴ്സിന് കൊടുക്കുന്നുണ്ട്, ഫയർ ഓഫീസേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ കാണേണ്ടത് ഈ സന്ദർഭോചിതമായിട്ട് പേടി കൂടാതെ പെട്ടെന്ന് ഇടപെടുക എന്നുള്ളതാണ്. അറിയാവുന്ന പലരും ഇങ്ങനെ മടിച്ചു നിൽക്കും. അപ്പോൾ ഈ കുട്ടി ഇത് മടിയൊന്നും കൂടാതെ ഇക്കാര്യം ചെയ്ത് ഒരു ജീവൻ രക്ഷിച്ചു എന്ന് കണ്ടപ്പോഴേക്കും തീർച്ചയായിട്ടും ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ടാകാം. അതുപോലെ തന്നെ രോഗികൾ ഇതുപോലെ കുഴഞ്ഞു വീഴാം. നമുക്ക് ജനനത്തിനും മരണത്തിനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അത് രണ്ടും ദൈവനിശ്ചയമാണ്. പക്ഷേ മരണത്തിലേക്ക് കാൽ വഴി വീഴുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ കുട്ടി ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്കത് ജനം അറിയണം, അതുവഴിയായിട്ട് ധാരാളം പേർക്ക് ഇനിയും ഉപകാരപ്രദമാകട്ടെ എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. പലർക്കും ഒരു സഭാകമ്പം മൂലമായിരിക്കും പലരും ഇങ്ങനെ CPR ചെയ്യാൻ ആൾ കൂടി ഇരിക്കുന്നിടത്തേക്ക് വരാത്തതല്ലേ? 2 കാര്യമുണ്ട്. സഭാകമ്പം എന്നുള്ളത് നമുക്ക് 2ാമത്തെ കാര്യമായിട്ട് എടുക്കാം. ആദ്യത്തെ കാര്യം എല്ലാം അറിയാവുന്നവർക്കും ഒരു ഭയമാണ്, ഞാൻ ചെയ്തത് ശരിയാകുമോ, അല്ലെങ്കിൽ ഇത് മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുമോ, ഒരുപക്ഷെ നമ്മൾ ആരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാതെ അവർ എന്തായിരിക്കും പ്രതികരിക്കുന്നത്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതാണ് പ്രധാന ഫാക്ടർ. പക്ഷെ ഒരിക്കൽ എങ്കിലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവത്തിലെങ്കിലും സാക്ഷിയാകുമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 2ാമത്തെ പ്രാവശ്യം ചെയ്യാനായിട്ട് ധൈര്യം വരും. അപ്പം ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. സഭാകമ്പം എന്ന് പറയുന്നത് 2ാമത്തെ കാര്യമാണ്. എങ്ങനെ ഒരു CPR കൊടുക്കണം? പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു, ബോധം പോകുന്നു, പെട്ടെന്ന് അയാൾക്ക് ഒരു CPR എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? നമ്മൾ ആദ്യം ഒരുപക്ഷെ ഈ CPR കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ചില വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണൊക്കെ മുകളിലേക്ക് മറിഞ്ഞു പോവുക, പെട്ടെന്ന് ഒരു ബോധക്ഷയം പോലെ തോന്നി, പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നിരപ്പായ ഒരു പ്രതലത്തിലേക്ക് കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ആദ്യം നോക്കേണ്ടത് കരോട്ടിഡ് പൾസ് നോക്കുക എന്നുള്ളതാണ്. കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള പൾസാണ്. ഏറ്റവും അവസാനം പോകുന്നതും ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള പൾസാണ് കരോട്ടിഡ് പൾസ്. അതല്ല, അതിന് കുറച്ചുകൂടെ നല്ലൊരു ബൗണ്ടിങ് പൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാലും നമുക്ക് കിട്ടും. അപ്പോൾ ജീവൻ്റെ അല്പമെങ്കിലും തുടിപ്പുണ്ടെങ്കിൽ കരോട്ടിഡ് പൾസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം കരോട്ടിഡ് പൾസ് ഉണ്ടോ എന്ന് നോക്കുക. കരോട്ടിഡ് പൾസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി മറുവശത്ത് നോക്കുക.
രണ്ടും ഒരേ സമയത്ത് ചെയ്യരുത്, അത് അപകടമാണ്. അങ്ങനെ മറുവശത്ത് നോക്കുമ്പോഴും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ ശരിക്കും ബോധക്ഷയത്തിലായോ അല്ലെങ്കിൽ ആളിന് ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തോളിൽ തട്ടി 2-3 പ്രാവശ്യം തോളിൽ തട്ടുക എന്നുള്ളതാണ്. തോളിൽ തട്ടി വിളിക്കുക. എന്നിട്ടും റെസ്പോൺസ് ഇല്ല എങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുകയില്ല, മറ്റ് പലരും അവിടെ കാണും, അവരുടെ സഹായം ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൂടെ തന്നെ പറയാം, ഞാനിപ്പോൾ സ്റ്റാഫ് നേഴ്സാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്, ഞാൻ പോലീസ് ഓഫീസറാണ്, ഞാൻ CPR ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുക. അപ്പോൾ അവരുടെ ഒരു സഹായം വളരെ ആവശ്യമാണ്. അതിനുശേഷം CPR കൊടുക്കുക. CPR കൊടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് കൊടുക്കുന്നത്, അത് കൊടുക്കുക. ഇത് 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമ്മളൊരു മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. കാരണം നമ്മൾ ഹാർട്ടിനാണ് CPR കൊടുക്കുന്നത്, പക്ഷേ ഒപ്പം നമ്മൾ ശ്വാസോച്ഛ്വാസം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു മൗത്ത് ടു മൗത്ത് വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ ആ സഹായം നിങ്ങൾക്ക് നേടാം. ഇല്ലെങ്കിൽ 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇത് നിർത്തിയിട്ട് 2-3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുക. മീൻവെയിൽ മറ്റ് അടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഈ പേഷ്യൻ്റെ കാല് പൊക്കി പിടിക്കാൻ പറയാം. അപ്പോൾ കാലിൽ നിന്നുള്ള രക്തം തിരിച്ച് ഹാർട്ടിലേക്കും തലച്ചോറിലേക്കൊക്കെ വരുവാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഈ പ്രക്രിയ ഒരു 3-4 പ്രാവശ്യം ആവർത്തിക്കുക. ആവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷവും രക്ഷയില്ല എങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇപ്പം ലുലുമോൾ പോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്കിപ്പം ഇലക്ട്രിക്കലായിട്ട് ഇത് ജനറേറ്റ് ചെയ്യാനുള്ളതായ മെഷീൻസ് ഉണ്ട്. ആ മെഷീൻ്റെ സഹായത്തോടുകൂടി ഇലക്ട്രോ വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം പുറത്തു വന്നതോട് കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വെച്ച് ഇതുപോലെ ഒരു അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, അബോധാവസ്ഥയിലായി. അപ്പം അവർ രക്ഷിച്ച ഒരു കഥ കൂടി പുറത്തു വന്നു. ഇവിടുത്തെ ഒരു നേഴ്സ് തന്നെ ആയിരുന്നു. അത് എന്തായിരുന്നു, ആരായിരുന്നു ആ നേഴ്സ്? LG എന്നാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ പേര്. അവരും ഭർത്താവും കൂടി മൂന്നാറിനപ്പുറത്ത് കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കൊളുക്കുമലയിൽ സൂര്യോദയം കാണാനായിട്ട് പോയതാണ്. അപ്പോൾ 3:30 അവിടെ നിന്നും ജീപ്പിൽ കയറിയിട്ട് കൊളുക്കുമലയിൽ ചെല്ലുന്നു. കൊളുക്കുമലയിൽ ചെന്ന് 5:30-6 ആകുമ്പോഴേക്കും, ഒന്നാമതിപ്പോൾ മൂന്നാറിൽ അതിശൈത്യമാണ്. ആ സമയത്ത് സൂര്യോദയം വരുന്നതിന് തൊട്ട് മുൻപായിട്ട് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീ, 50 വയസ്സോളമുള്ള ഒരു സ്ത്രീയാണ്. അവർ തൊട്ടടുത്തിരുന്ന വ്യക്തി, ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ, വ്യക്തിയോട് പഞ്ചസാര ചോദിക്കുന്നു. ഉടനെ അവർ പഞ്ചസാര കൊടുക്കുന്നു. പഞ്ചസാര കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ വെള്ളം ചോദിക്കുന്നു. ഒരു കവൾ വെള്ളം കുടിച്ചതായിട്ട് പുറകിലിരുന്ന LGക്കും ഭർത്താവിനും ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ അവർ പുറകോട്ട് കുഴഞ്ഞു വീഴുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ LG, അപ്പോഴവിടെ സൂര്യോദയം ആകുന്നേ ഉള്ളൂ, LG പറഞ്ഞു, ഞാൻ സ്റ്റാഫ് നേഴ്സാണ്, ഇത് ഒരു കാർഡിയാക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നല്ല പ്രതലമൊന്നുമല്ല. എന്നിട്ടും ആ കുട്ടി അവരെ പിടിച്ച് കിടത്തി കഴിഞ്ഞ് അവർ തന്നെ ഈ തണുപ്പായിരുന്നുകൊണ്ട് വല്ലാത്തൊരു സ്വെറ്ററൊക്കെ ഇട്ടുന്നു. ആ സ്വെറ്ററൊക്കെ മാറ്റി ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ കൊട്ടി വിളിച്ചു നോക്കി, കരോട്ടിൽ പൾസ് നോക്കി, അത് ആബ്സെൻ്റ് ആണെന്ന് കണ്ടു. വീണ്ടും കൊട്ടി വിളിച്ചിട്ടും രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് CPR കൊടുത്തു. 28 പ്രാവശ്യം CPR കൊടുത്തപ്പോഴാണ് അവർ കണ്ണ് തുറന്നത്. ആ സമയത്ത് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ കാല് പൊക്കി പിടിക്കാൻ പറഞ്ഞ് ഭർത്താവ് കാല് പൊക്കി പിടിച്ചു. പിന്നെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സഹായം കിട്ടി, അവരെല്ലാം ഹെൽപ്പ് ചെയ്തു. ഏതായാലും അതും ഇതുപോലെ അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അമിതയും ലിജിയും രാജഗിരിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഒരു വലിയൊരു മാതൃകയാണ്, ഒരു പൊൻതൂവൽ കൂടിയാണ്. കൊച്ചിയിൽ നിന്നും പ്രത്യുഷിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.